എല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും സർക്കാരിന്റെ PR പരസ്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ഇന്നും കണ്ടു പത്രത്താളുകളിൽ നമ്മൾ അത്തരത്തിലൊരു പരസ്യം. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നു. റിപ്പോർട്ടർമാർ ചേരുന്നു. റോഷിപാൽ, TV പ്രസാദ്, റഹീസ് റഷീദ്, ശ്യാം ദേവരാജ്, ഹരിമോഹൻ എന്നിവർ. DA സന്ദേശ വിവാദങ്ങൾക്കിടെ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ സർക്കാരുകളെ താരതമ്യം ചെയ്ത് പത്രങ്ങളിൽ PRD പരസ്യം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ഒന്നാം പേജിലെ പരസ്യം. ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഉൾപേജിലെ പരസ്യം. ദേശാഭിമാനിക്ക് പുറമെ മാധ്യമവും ദി ഹിന്ദുവും അടക്കമുള്ള ദേശീയ പ്രാദേശിക പത്രങ്ങൾ ഈ പരസ്യം നൽകിയിട്ടുണ്ട്. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ, ഇന്ന് രാവിലെ പത്രം വായിക്കാൻ എടുത്തവരൊക്കെ ആദ്യം ഒന്ന് ഞെട്ടി. ലോഡ് ഷെഡിങ്ങോ എന്നൊക്കെ. ആദ്യ പേജിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് നിരനിരയായി ഓരോ വാർത്തകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഉൾപേജിലേക്കൊന്ന് പോയാലാണ് കാര്യങ്ങൾ ഏകദേശം ഒരു ക്ലാരിറ്റി വരിക. അതിൽ ഇടതുപക്ഷ സർക്കാർ നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി കൊടുത്തിരിക്കുന്നു. നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്ന തരത്തിൽ താരതമ്യം ചെയ്യുന്നു, പരിഹസിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ആരോപണം അപ്പുറത്തുണ്ട്. അതിലേക്ക് നമുക്ക് വിശദമായി തന്നെ എത്താം. ഇപ്പോൾ എന്താണ് ഇന്ന് പത്രത്താളുകളിലൂടെ PRD നടത്തിയ ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വിശദാംശങ്ങൾ? അത് എന്തൊക്കെയായിരുന്നു ആ പരസ്യങ്ങളിൽ ഉണ്ടായിരുന്നത്? റോഷ്നി, കാലത്തിനനുസരിച്ച് പരസ്യങ്ങളും മാറുന്നത് നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്നതാണ്. പക്ഷേ സർക്കാർ ആ തരത്തിലൊരു മാറ്റം വരുത്തി എന്നതാണ് ഇന്നത്തെ മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ഇറങ്ങിയപ്പോൾ മനസ്സിലായത്. ഒരു സാങ്കല്പിക പത്രം തയ്യാറാക്കി അത് പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ഒന്നാം പേജിൽ വെച്ച് ഏറ്റവും ചെറിയ അക്ഷരത്തിൽ, ഒരു ലെൻസ് വെച്ച് നോക്കിയാൽ മാത്രം കാണുന്ന കുനുകുന അക്ഷരത്തിൽ ഇത് പരസ്യമാണ്, PRDയുടെ പരസ്യമാണ് എന്ന് പറയുകയും സാധാരണ ഒരു പത്രത്തിൻ്റെ ലേ ഔട്ട് പോലെ തന്നെ ഒന്നാം പേജ് സെറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ലോഡ് ഷെഡിങ് വരുന്നു എന്നതാണ്, ലോഡ് ഷെഡിങ് ഉണ്ട് എന്നതാണ് പത്രത്തിൻ്റെ ലീഡ് വാർത്തയായിട്ടുള്ളത്. ഒപ്പം സ്കൂളുകൾ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിൽ, ക്ഷേമ പെൻഷൻ 18 മാസം മുടങ്ങി, ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി അവസാനിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഒന്നാം പേജിൽ പറയുന്ന കാര്യങ്ങൾ ഉള്ളതെന്ന് വ്യക്തമാക്കി മൂന്നാം പേജിൽ ഓരോന്നിൻ്റെയും നിലവിലെ അവസ്ഥ, ക്ഷേമ പെൻഷൻ എല്ലാം കൃത്യമായി കൊടുത്തു, ലോഡ് ഷെഡിങ് ഇല്ല, വൈദ്യുതി ചാർജ് കൂടിയിട്ടില്ല, 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി നടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു വിശദീകരണം മൂന്നാമത്തെ പേജിലും കൊടുക്കുന്ന തരത്തിലാണ് ഇന്നത്തെ PRDയുടെ സർക്കാർ പരസ്യം ഉള്ളത്. ഇതിനകത്ത് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പത്രം കണ്ടാൽ ആളുകൾക്ക് സ്വാഭാവികമായും ഇതൊരു എല്ലാ കാലത്തും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പത്രമാണ് ഇത്. പക്ഷേ ഇത് ഏതെങ്കിലും കാലത്ത് വന്ന ഒരു വാർത്ത അതേപടി പബ്ലിഷ് ചെയ്തല്ല ചെയ്തത്. പക്ഷേ അന്ന് നടന്ന സംഭവം പിന്നീട് സാങ്കല്പികമായി പത്രവാർത്തയിൽ വരുന്നത് എങ്ങനെയാണോ അങ്ങനെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. അതിൽ PRD നൽകുന്ന വിശദീകരണമാണ് ആദ്യം പറഞ്ഞത്. സാധാരണഗതിയിൽ പലതരത്തിൽ പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്, കാലം മാറും, അതിനനുസരിച്ച് പരസ്യം ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ചില പൊടിക്കൈകൾ കാണിച്ചു, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് PRDയുടെ വിശദീകരണം. ഓക്കെ, അപ്പോൾ ഈ PRD നൽകിയ പരസ്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്, വിമർശനങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് പരിശോധിക്കാം. PRD പരസ്യത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന പ്രതികരണങ്ങളാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. സർക്കാർ പണം ഉപയോഗിച്ചുള്ള പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് UDF തീരുമാനം. പരസ്യം ചട്ടവിരുദ്ധമെന്ന പ്രതിപക്ഷ നേതാവും PRD ഉദ്യോഗസ്ഥർ പെൻഷൻ വാങ്ങില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. സർക്കാരിന്റേത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യാജ പ്രചാരണമാണെന്ന് KC വേണുഗോപാലും വിമർശിച്ചു. ആ പ്രതികരണം ഒന്ന് കാണാം. ഞങ്ങളതിന് ലീഗലായിട്ട് നേരിടും. അഡ്വർടൈസ്മെന്റ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. അത് സർക്കാരിന്റെ പണം, നാട്ടുകാരുടെ പണമാണ്, നമ്മുടെ നികുതി പണം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. CPM കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ട് അവരെ കാശ് ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ കൊടുക്കും. തെരഞ്ഞെടുപ്പാകുമ്പോൾ പത്രത്തിൽ പരസ്യം കൊടുക്കും, അത് ഞങ്ങളുടെ പണം ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യും. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇന്ന് PRD ഓഫീസ് AKG സെന്ററിലാണ് പ്രവർത്തിക്കുന്നത്.
ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ വേലയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് നല്ല കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PRDയുടെ പണം ജനങ്ങളുടെ പണമാണ്. ആ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരസ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ PRD ഉദ്യോഗസ്ഥന്മാർ ചെവിക്ക് നുള്ളിക്കോണം. ഇവരാരും പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നില്ല. സർക്കാർ പണം ദുരുപയോഗം ചെയ്ത് സ്വന്തം ഗവൺമെന്റ് തകർന്ന പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ദൂർത്തിന് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകും. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടി അവർ വെറുതെ വിട്ടില്ല, വേട്ടയാടി കല്ലെറിഞ്ഞ് തീർത്തു. അപ്പൊ ആ ഉമ്മൻചാണ്ടിയെ മരിച്ചു കഴിഞ്ഞിട്ടും വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് ഈ പരസ്യമായിട്ട് രംഗത്ത് വന്നത്. റോഷിപാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ പരസ്യം കൊടുക്കുന്നത് പോലെയല്ല, ഒരു സർക്കാരാണ് പരസ്യം കൊടുത്തിട്ടുള്ളതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ നല്ല പദ്ധതികളൊന്നും പറയാതെ മോശം പദ്ധതികൾ മാത്രം എടുത്തുവെച്ചുകൊണ്ടുള്ള താരതമ്യം, അതിനെതിരെയാണ് നേതാക്കൾ ശബ്ദിക്കുന്നത്. പെൻഷൻ പോലും കിട്ടില്ലെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്തൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, ആരോപണം? റോഷ്നി, ഇന്ന് പത്രങ്ങളിൽ വന്ന പരസ്യം മുൻ സർക്കാർ, അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ള പല തരത്തിലുള്ള വാർത്തകളാണ്. അതെല്ലാം ചേർത്ത് വെച്ച് ഇന്ന് ഒരു പത്രത്തിന്റെ രൂപേണ പരസ്യമായി ഇറങ്ങുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ UDF അതിനെതിരെ പ്രതികരിച്ചതിന്റെ കാരണം അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു എന്നതാണ്. ആ പത്രവാർത്തയും അതിന്റെ തൊട്ട് പിറകിലായി വരുന്ന വാർത്തയും താരതമ്യപ്പെടുത്തുമ്പോൾ അത് വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന ആശങ്ക UDF നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൽ രൂക്ഷമായ പ്രതികരണം നേതാക്കളുടെ ഭാഗത്തുണ്ടായത്. മാത്രവുമല്ല, ഈ കാര്യത്തിൽ കടുത്ത നിയമ പോരാട്ടത്തിന് UDF തയ്യാറെടുക്കുകയാണ്. നിയമപരിശോധന നടത്തുമെന്നാണ് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. അതിനുശേഷം കോടതിയെ സമീപിക്കാനുള്ള ആലോചനയാണ് കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നത്. ഈ പരസ്യത്തിനെതിരെ, PRDക്കെതിരെ കടുത്ത നിയമ പോരാട്ടവും രാഷ്ട്രീയ പ്രചാരണവും നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. കാരണം ഇത് ധൂർത്താണ് എന്നത്, കാരണം ഇതൊരു രാഷ്ട്രീയ പ്രചാരണമാണ്, സർക്കാർ നടത്തേണ്ട പ്രചാരണമല്ല ഇത് എന്നാണ് UDF നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിയമോപദേശം ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികളെക്കുറിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുക. ഓക്കെ, ഇനിയുള്ള തുടർ ദിവസങ്ങളിലും ഇത്തരം PRD പരസ്യങ്ങൾ കാണേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും ഈ വിഷയം വലിയ വിവാദമായി, വലിയ ചർച്ചകളായി സംസ്ഥാനത്ത് മാറിയിരിക്കുന്നു. പത്രത്താളിലെ പരസ്യം, അത് ഉമ്മൻചാണ്ടി സർക്കാരിനെ നടപ്പിലാക്കിയ മോശം പദ്ധതികളെന്ന് എടുത്തു വെച്ചുകൊണ്ട് അതിനെ പിണറായി സർക്കാരിന്റെ പദ്ധതികളുമായി താരതമ്യം ചെയ്തു